ഹായ് ഗൈസ്, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പൊ ഇന്ന് ടീച്ചർ വന്നേക്കുന്നത് +2 സുവോളജിയുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ഒരു 4 മാർക്ക് വെയിറ്റേജ് വരെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. 4-5 മാർക്കിന് വരെ എക്സാമിന് ചോദിക്കുന്ന ചാപ്റ്റർ ആണ് എവല്യൂഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ. അപ്പൊ അതിലെ ഈ 3 ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിച്ചു വെക്കാട്ടെ എല്ലാവരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Which theory talks about the huge explosion that leads to origin of universe? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഏതോ ഒരു തിയറി അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ ഒരുപാട് തിയറീസ് പഠിക്കാനുണ്ട് ഒറിജിൻ ഓഫ് യൂണിവേഴ്സിനെ പറ്റി. പക്ഷെ അങ്ങനെ ഒരു തിയറി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഏത് തിയറിയാണ് ടോക്സ് അബൌട്ട് ഹ്യൂജ് എക്സ്പ്ലോഷൻ, ഒരു തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വഴിയാണ് ഭൂമി ഒറിജിനേറ്റ് ചെയ്തേന്നുള്ളത്? അത് ഏതൊരു തിയറിയാണ് പറയുന്നത്? ദാറ്റ് ലെഡ്സ് ടു ദി ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. അത് ഏത് തിയറിയാണ്? ഈ തിയറിയുടെ പേരെന്താ? ബിഗ് ബാങ് തിയറി. തിയറി ഏതാണ്? ബിഗ് ബാങ് തിയറിയാണ്. ഇത് എപ്പോഴും 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബിഗ് ബാങ് തിയറിയാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏത് തിയറിയാണ്? ബിഗ് ബാങ് തിയറിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റിംഗ്വിഷ് ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻസ് വിത്ത് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. എന്താണ് ഹോമോലോഗസ് ഓർഗൻസും എന്താണ് അനലോഗസ് ഓർഗൻസും? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞേക്കണേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മെൻഷൻ ദി ടൈപ്പ് ഓഫ് ഇവല്യൂഷൻ ഇൻ ഹോമോലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്. ഈ ഹോമോലോഗസ് ഓർഗൻസിൽ കാണുന്ന എവല്യൂഷന്റെ പേരും അനലോഗസ് ഓർഗൻസിൽ കാണുന്ന എവല്യൂഷന്റെ പേരും എഴുതാനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഹോമോലോഗസ് ഓർഗൻസ്? നമുക്ക് പെട്ടെന്ന് നോക്കാം. ഹോമോലോഗസ് ഓർഗൻസ് എന്താണ്? ഓർഗൻസ് ദാറ്റ് ഹാവ് സെയിം സ്ട്രക്ചർ ആയിരിക്കും, ബട്ട് എന്ത് ഡിഫറെന്റ് ആയിരിക്കും? ഫംഗ്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഈ ഒരൊറ്റ കാര്യം പഠിച്ചു വെക്കുക. ഓർഗൻസ് ദാറ്റ് ഹാവ് സെയിം സ്ട്രക്ചർ ബട്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ. അപ്പൊ എന്താണ് ഹോമോലോഗസ് ഓർഗൻസ്? സെയിം സ്ട്രക്ചർ ആയിരിക്കും, കാണാനെല്ലാം ഒരേപോലെ ആയിരിക്കും, എങ്കിലും അവർ ചെയ്യണ എന്ത് ഡിഫറെന്റ് ആയിരിക്കും? ഫംഗ്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഇനി അത് ഏതൊരു എവല്യൂഷൻ ആണ് കാരണമാക്കുന്നേ? നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ലേ ഏത് എവല്യൂഷനാ? ഹോമോലോഗസ് ഓർഗൻസിൽ കാണുന്ന എവല്യൂഷന്റെ പേരെന്താണ്? ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫ്ലിപ്പേഴ്സ് ഓഫ് വെയിൽ ആൻഡ് വിങ്സ് ഓഫ് ബാറ്റ്. നോക്ക്, ഫ്ലിപ്പർ ഓഫ് വെയിൽ ആൻഡ് വിങ്സ് ഓഫ് ബാറ്റ്. ഈ ഒരു വെയിലിന്റെ ഫ്ലിപ്പേഴ്സ് അത് യൂസ് ചെയ്യണത് എന്തിനാ? സ്വിം ചെയ്യാനാണെങ്കിൽ ഇവിടെ ബാറ്റ് അതിന്റെ ചിറക്, ഈ വിങ്സ് എന്തിനാ യൂസ് ചെയ്യണേ? ഫ്ലൈ ചെയ്യാനല്ലേ. അപ്പൊ ഇതിന്റെ എന്ത് ഡിഫറെന്റ് ആണ് അവർ ചെയ്യണേ? ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. പക്ഷെ അനാറ്റമി സെയിം ആണ്. ഇവിടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ നോക്കുമ്പോൾ അത് സെയിം ആണ്. അപ്പൊ സ്ട്രക്ചർ സെയിം ആണ്, പക്ഷെ എന്താണ് ഡിഫറെന്റ്? അവർ ചെയ്യണ ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. അതാണ് ഹോമോലോഗസ് ഓർഗൻസ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഏതാ? ഫുട്ട് ഓഫ് ചീറ്റ ആൻഡ് പോ ഓഫ് കാറ്റ്. ഏതാ? ഇതാണ് ചീറ്റയുടെ ഫുട്ടാണ് കേട്ടാ. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു പൂച്ചക്കുട്ടികൾ നോക്കിക്കഴിഞ്ഞാല് അവരുടെ കാലിന്റെ അടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. ചീറ്റ അതിന്റെ ഈ ഒരു ഫുട്ട് യൂസ് ചെയ്യണത് എന്തിനാ? ജമ്പ് ചെയ്യാനല്ല. എന്തിനൊക്കെയാണ്? വാക്ക് ചെയ്യാനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആള് ശരിക്കും ഓടാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്? ഈ ഒരു ഫുട്ട് യൂസ് ചെയ്യണത് കേട്ടോ. ഓടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നോക്ക്, നമ്മളെ കാറ്റിന്റെ ആണ് കേട്ടാ. കാറ്റിന്റെ ആ ഒരു ഫുട്ട് ഭാഗം കാറ്റ് യൂസ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? കാറ്റ് നടക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ അത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവരുടെ എന്ത് ഡിഫറെന്റ് ആണ്? ഇവിടെ ചെയ്യുന്ന ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്, പക്ഷെ അവരുടെ അനാറ്റമി നോക്കുമ്പോൾ രണ്ടിന്റെയും സെയിം അനാറ്റമി ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ഏതാ? ദ തോൺസ് ഓഫ് ബോഗെയിൻവില്ല ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുക്കർബിറ്റ. ഇവരുടെ രണ്ടിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തോണും അതേപോലെ ടെൻഡ്രിൽസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഫംഗ്ഷൻ, എന്ത് സെയിം ആണ്? ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ സെയിം ആണ്, പക്ഷെ എന്ത് ഡിഫറെന്റാ? ഇവര് ചെയ്യുന്ന ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് എന്തിനു പഠിച്ചു വെക്കുക? ഹോമോലോഗസ് ഓർഗൻസിന് പഠിച്ചു വെക്കുക കേട്ടാ. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഫ്ലിപ്പേഴ്സ് ഓഫ് വെയിൽ ആൻഡ് വിങ്സ് ഓഫ് ബാറ്റും, പിന്നെ ഫുട്ട് ഓഫ് ചീറ്റ ആൻഡ് പോ ഓഫ് കാറ്റും, ഹ്യൂമൻ ഹാൻഡ്സ് എക്സാമ്പിൾ ആയിട്ട് പറയാം, പിന്നെ തോൺസ് ഓഫ് ബോഗെയിൻവില്ല ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുക്കർബിറ്റ. ഇത്രയും എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. ഇനി ഈ ഒരു ഡയഗ്രാം നോക്കി വെച്ചോ, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ഒരു ഡയഗ്രാം എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടാ. ഇത് ഹ്യൂമൻ ഹാൻഡിന്റെ ആ ഒരു അനാറ്റമിക് സ്ട്രക്ചർ ആണ്. പിന്നെ ഇത് വെയിലിന്റെ,
ഇത് ബാറ്റിന്റെ കേട്ടാ. ഇത് എന്തിന് എക്സാമ്പിൾ ആ? ഹോമോലോഗസ് ഓർഗൻസിന് എക്സാമ്പിൾ ആണ്. ഈ ഒരു സ്ട്രക്ചറും കൂടി നോക്കി വെക്കുക, എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അനലോഗസ് ഓർഗൻസ് എന്താന്ന് നോക്കാം. ഓർഗൻസ് ദാറ്റ് ഹാവ് ഡിഫറെന്റ് അനാറ്റമിക്കൽ സ്ട്രക്ചർ ബട്ട് പെർഫോം സിമിലർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഹോമോലോഗസ് ഓർഗൻസിന്റെ നേരെ വിപരീതമാണ്, നേരെ ഡിഫറെന്റ് ആണ് ഏത്? അനലോഗസ് ഓർഗൻസ്. ഇവിടെ എന്താ സെയിം, ഇവിടെ എന്താ ഡിഫറെന്റ്? ഇവിടെ എന്താ സെയിം, എന്താ ഡിഫറെന്റ്? ഡിഫറെന്റ് അനാറ്റമിക്കൽ സ്ട്രക്ചർ ആയിരിക്കും, ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കും, പക്ഷെ എന്ത് സെയിം ആയിരിക്കും? ഫംഗ്ഷൻ സെയിം ആയിരിക്കും. അത്രയും പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഓർഗൻസ് വിച്ച് ഹാവ് ഡിഫറെന്റ് സ്ട്രക്ചർ ആൻഡ് സെയിം ഫംഗ്ഷൻ, അവർ ചെയ്യുന്ന ഫംഗ്ഷൻ സെയിം ആയിരിക്കും. നേരത്തെ ഓപ്പോസിറ്റ് ആണ് കേട്ടാ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ എന്താ? ദ വിങ്സ് ഓഫ് എ ബട്ടർഫ്ലൈ ആൻഡ് ഇൻസെക്ട്. ദ വിങ്സ് ഓഫ് എ ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈയുടെ വിങ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഇൻസെക്ടിന്റെ ബട്ടർഫ്ലൈയുടെയും വിങ്സ് നോക്കുകയാണെങ്കിൽ ബേർഡിന്റെ ആണ് കേട്ടാ, ഇത് ബാറ്റിന്റെ. അപ്പൊ ഇത് രണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫറെന്റ് ആണ് അല്ലെ, കാണാനായിട്ട് ഡിഫറെന്റ് ആണ്. ദ വിങ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ആൻ ഇൻസെക്ട് നോക്കുമ്പോ അത് കാണാനായിട്ട് ഡിഫറെന്റ് ആണ്, പക്ഷെ അവർ ചെയ്യുന്ന ഫംഗ്ഷൻ സെയിം അല്ലേ? രണ്ടുപേര് യൂസ് ചെയ്യണത് എന്തിനാ? വിങ്സ് പറക്കാനായിട്ടാണ്. ഫംഗ്ഷൻ സെയിം ആണ്, പക്ഷെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നോക്കട്ടാ, ഇത് ഒക്ടോപ്പസിന്റെ ഐ ആണ്, ഒക്ടോപ്പസിന്റെ ഐ ആണ്. ഐ ഓഫ് ഒക്ടോപ്പസും പിന്നെ മാമൽസിന്റെ ഐയും, മാമൽസിന്റെ ഐയും ഒക്ടോപ്പസിന്റെ ഐയും കാണാനായിട്ട് ഒരുപോലെയാണോ? ആണോ? അല്ല. അപ്പൊ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്, പക്ഷെ രണ്ടുപേരും കണ്ണ് എന്തിനാ യൂസ് ചെയ്യുന്നേ? കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് സെയിം ആയി അവിടെ? ഫംഗ്ഷൻ സെയിം ആയി. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെന്നെങ്കിൽ പെൻഗ്വിന്റെയും, ഇവിടെ നമ്മള് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി എഴുതിയിട്ടുണ്ട്. എന്താ? ദ ഫ്ലിപ്പേഴ്സ് ഓഫ് എ ഡോൾഫിൻ ആൻഡ് എ പെൻഗ്വിൻ. ഇത് നോക്കാം. അപ്പോ ഇവര് ചെയ്യുന്ന ഫംഗ്ഷൻ സെയിം ആണ്, പക്ഷെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആണ്. സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആണ്. ഇതും അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അനലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ 3 എക്സാമ്പിൾസ് ആണ് പഠിച്ചത്. ദ വിങ്സ് ഓഫ് എ ബട്ടർഫ്ലൈ ആൻഡ് ഇൻസെക്ട്, ഫ്ലിപ്പേഴ്സ് ഓഫ് എ ഡോൾഫിൻ ആൻഡ് പെൻഗ്വിൻ, പിന്നെ ഐ ഓഫ് എ മാമൽ ആൻഡ് എ ഒക്ടോപ്പസ്. ഇത്രയും എക്സാമ്പിൾസ് അനലോഗസ് ഓർഗൻസിന് പഠിച്ചു വെക്കാം. ഇനി ഇവിടെ അനലോഗസ് ഓർഗൻസിൽ കാണുന്ന എവല്യൂഷന്റെ നെയിം മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടാ. ഏത് എവല്യൂഷനാ? കൺവേർജന്റ് എവല്യൂഷൻ. ഹോമോലോഗസ് ഓർഗൻസ് ഈസ് ഡ്യൂ ടു ഏത് എവല്യൂഷൻ ആയിരുന്നു? ഡൈവേർജന്റ് എവല്യൂഷൻ ആണെങ്കിൽ അനലോഗസ് ഓർഗൻസ് ചെയ്ത എവല്യൂഷനാ? കൺവേർജന്റ് എവല്യൂഷൻ ആണ്. ഇത്രയും പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും എക്സാമിന് ചോദിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കും ഐഡന്റിഫൈ ദിസ് എക്സ്പെരിമെന്റ്, ഹു കണ്ടക്ടഡ് ദിസ് എക്സ്പെരിമെന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പൊ ഇത് ഏത് എക്സ്പെരിമെന്റാ? യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. ഇനി ഹു കണ്ടക്ടഡ് ദിസ് എക്സ്പെരിമെന്റ്, ആ പേരിൽ തന്നെ ഉണ്ട്, അവരുടെ എക്സ്പെരിമെന്റിന് അവരിട്ട ആ പേരിൽ തന്നെ ഉണ്ട് ആരാണ് ഈ എക്സ്പെരിമെന്റ് നടത്തിയത്. ആരൊക്കെയാ? യുറേ ആൻഡ് മില്ലർ. യുറേ ആൻഡ് മില്ലർ രണ്ടുപേരുമാണ് ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് തിയറി ഈസ് പ്രൂവഡ് ഹിയർ? ഇവിടെ ഏതൊരു തിയറിയാണ് പ്രൂവ് ചെയ്തത്? ഏത് തിയറിയാണ് പ്രൂവ് ചെയ്തത്? തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ, അല്ലെങ്കിൽ വേറൊരു പേര് കൂടി ഉണ്ട്, തിയറി ഓഫ് ഓർഗാനിക് എവല്യൂഷൻ, അല്ലെങ്കിൽ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ആണ് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ അവർ പ്രൂവ് ചെയ്തത്. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ആണ് പ്രൂവ് ചെയ്തത്. ഇവിടുത്തെ ഈ ഗ്യാസസിന്റെ പേര് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടാ. H2O, H2, പിന്നെ CH4 ഉണ്ടായിരുന്നു, പിന്നെ NH3 ഉണ്ടായിരുന്നു, പിന്നെ ഏതൊക്കെ? H2O, പിന്നെ H2. ഈ ഗ്യാസസും കൂടി ഒന്ന് ഓർത്തു വെച്ചോ, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. H2O, H2, CH4, NH3 ഇതും കൂടി ഓർത്ത് വെച്ചോ, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Prepare a flowchart showing evolution of modern man in their hierarchical order of their evolution using the details given below. അപ്പൊ ഇവിടെ ഓർഡർ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എവല്യൂഷൻ ഓഫ് മാൻ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, കറക്റ്റ് ഓർഡറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ആ ഒരു ഓർഡറിൽ ആക്കാൻ, അറേഞ്ച് ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് പെട്ടെന്നാക്കി കൊടുത്തൂടെ? എങ്ങനെയാണ്? ഫസ്റ്റ് ഏതാണ്? ഫസ്റ്റ് മാൻ ഏതാ? ഡ്രയോപിത്തക്കസ്. ഫസ്റ്റ് ഏതാണ്? ഡ്രയോപിത്തക്കസ്.
Second one, Ramapithecus. Dryopithecus, Ramapithecus, Australopithecus, Homo habilis. Next one, Homo erectus. ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇപ്പുറത്ത് എഴുതുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഇതുപോലെ താഴെയായിട്ട് വേണം എക്സാമിന് എഴുതാൻ. സ്ഥലമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. അപ്പൊ Dryopithecus, Ramapithecus, Australopithecus, Homo habilis, Homo erectus, Neanderthal man, Homo sapiens. Homo sapiens ആണ് മോഡേൺ മാൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡറും കൂടി പഠിച്ചു വെക്കുക. Dryopithecus, Ramapithecus, Australopithecus, Homo habilis, Homo erectus, Neanderthal man, Homo sapiens. ഈ ഒരു എക്സാമ്പിളും കൂടി പഠിച്ചു വെച്ചു. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട്. എവല്യൂഷൻ ഓഫ് മാൻ 2 മാർക്കിനാണ് എക്സാമിന് ചോദിക്കുക, 2 മാർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Make a flowchart using the following terms. അപ്പൊ കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്. ഇതനുസരിച്ചിട്ട് ഒരു ഫ്ലോ ചാർട്ട് മേക്ക് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്തൊക്കെയുണ്ട്? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, വേരിയേഷൻ, ഓവർ പ്രൊഡക്ഷൻ, ഒറിജിൻ ഓഫ് സ്പീഷീസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇത്രയാണ് നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഏതാണ്? നമ്മൾ നാച്ചുറൽ സെലക്ഷന്റെ ഓരോരോ ഇവന്റ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതൊരു ഓർഡറിൽ ഫ്ലോ ചാർട്ട് ആയിട്ട് ഉണ്ടാക്കാം. ഫസ്റ്റ് എന്താണ് ഉണ്ടായത്? ഓവർ പ്രൊഡക്ഷൻ. ഫസ്റ്റ് വൺ ഈസ് ഓവർ പ്രൊഡക്ഷൻ വന്നപ്പോ പിന്നെ എന്തായി? അല്ലേ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ ആയി. അപ്പോ നെക്സ്റ്റ് വൺ ഈസ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഇനി തേർഡ് വൺ ഏതാ? പിന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ, ഫേവറബിളും അൺഫേവറബിളും ആയിട്ടുള്ള ഒരുപാട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് വൺ ഏതാ? വേരിയേഷൻ. നെക്സ്റ്റ് വൺ ഈസ് വേരിയേഷൻ. ഇനി ഫേവറബിൾ വേരിയേഷൻ ഉള്ള ആൾക്കാർ എപ്പോഴും എന്ത് ചെയ്യും? സർവൈവ് ചെയ്യും. സോ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇനി എന്താ സംഭവിക്കുക? Origin of new species. Next one is origin of new species. Natural selection ഇവിടെ വരും. പിന്നെ next one is origin of new species. Okay. ഈ ഒരു ഓർഡർ കൂടി പഠിച്ചു വെക്കുക. അതാണ് നമ്മുടെ ഫ്ലോ ചാർട്ട്. അപ്പൊ ഇതും കൂടി പഠിച്ചു വെക്കുക. ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, വേരിയേഷൻ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. ഇതാണ് നാച്ചുറൽ സെലക്ഷന്റെ ആ ഒരു കറക്റ്റ് ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ് കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. 3 ടൈപ്സിലാണ് നാച്ചുറൽ സെലക്ഷൻ ഉള്ളത്. 3 ടൈപ്പിലുണ്ട് നാച്ചുറൽ സെലക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ഏതാ? ഗ്രാഫ് തന്നിട്ടാണ് എക്സാമിന് എപ്പോഴും ചോദിക്കുക. ഫസ്റ്റ് വൺ ഏത് സെലക്ഷൻ ആണ്? ഡയറക്ഷണൽ സെലക്ഷൻ, സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ, ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഇത് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളിൽ കൂടെ പഠിക്കാൻ പറ്റും. നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിച്ചിട്ടുണ്ട്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താ? ഈ ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആയിട്ടുള്ള ആള് കിട്ടുന്നതല്ലേ. റെഡും വൈറ്റും നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് റിസൾട്ട് ആയിട്ട് ഏതാ കിട്ടിയേ? പിങ്ക് ആണ് കിട്ടിയത്. അപ്പൊ ആ ഒരു കുഞ്ഞ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു 3 ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ പഠിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ക്രോസ് ചെറുതായിട്ട് ടീച്ചർ ഇവിടെ എഴുതുന്നുണ്ട്. റെഡും വൈറ്റും ആണ് നമ്മൾ അന്ന് ക്രോസ് ചെയ്തത് അല്ലെ. ക്യാപിറ്റൽ ആർ ക്രോസ് സ്മോൾ ആർ. ഗാമേറ്റ് ആയിട്ടൊന്നും എഴുതണില്ല, പെട്ടെന്ന് നമുക്ക് ഇതേതാ? പിങ്ക് ആണ് നമുക്ക് കിട്ടിയത്. ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആയിട്ടുള്ള പിങ്ക് കിട്ടി. ഇത് ഇവിടെ കിടന്നോട്ടെ കേട്ടോ, അതൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എടുക്കട്ടെ. ഫസ്റ്റ് സെലക്ഷൻ നോക്കിയേ, ഡയറക്ഷണൽ സെലക്ഷൻ ആണ്. കണ്ട ഈ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതൊരു ഡയറക്ഷനിലേക്ക് അല്ലേ ഇങ്ങനെ മാറിയിരിക്കുന്നത്. കണ്ട ഒരു ഭാഗത്തേക്ക് മാത്രം ഒരു ചെരിവുണ്ട് അല്ലേ.
അപ്പൊ ഇതെന്താ? സെലക്ഷൻ ഫോർ വൺ എക്സ്ട്രീം ക്യാരക്ടർ. ഏതൊരാളെ സെലക്ട് ചെയ്യുള്ളൂ? വൺ ഓഫ് ദ എക്സ്ട്രീം ക്യാരക്ടർ. രണ്ട് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഇവിടെ റെഡ് എന്നുള്ള ക്യാരക്ടർ ഉണ്ട്, ഇവിടെ വൈറ്റ് എന്നുള്ള ക്യാരക്ടർ ഉണ്ട്. നാച്ചുറൽ ആരെ മാത്രം സെലക്ട് ചെയ്യുള്ളൂ? വൺ ഓഫ് ദ എക്സ്ട്രീം ക്യാരക്ടർ. ഒരാളെ മാത്രം, ഇയാളെ മാത്രം നാച്ചുറൽ സെലക്ട് ചെയ്തു. അതാണ് ഈ സെലക്ഷൻ. ഏത് സെലക്ഷൻ? ഡയറക്ഷണൽ സെലക്ഷൻ. ഒരാളെ മാത്രമല്ലേ സെലക്ട് ചെയ്തുള്ളൂ. അതൊരു ഗ്രാഫ് ഇതേ ഒരാൾക്ക് ഇങ്ങനെ നീങ്ങിപ്പോയി, അതാണ് ആ സൈഡിലോട്ട് പോയത്. ആദ്യത്തെ നാച്ചുറൽ സെലക്ഷൻ ഓക്കെ അല്ലേ? ഇതുപോലെ പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തത് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ദേ നമ്മുടെ ഗ്രാഫ് നേരെ ഇങ്ങനെ ഒരു പീക്കിൽ ഇങ്ങനെ പോയിരിക്കുന്നു. സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഇവിടെ നാച്ചുറൽ അപ്പൊ ആരെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക? സെലക്ഷൻ അഗേൻസ്റ്റ് ദ എക്സ്ട്രീം ഫിനോടൈപ്പ്. എക്സ്ട്രീം ക്യാരക്ടർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ക്യാരക്ടറിനെയാണ് ഇവിടെ സെലക്ട് ചെയ്തത്. അപ്പോ നാച്ചുറൽ ഇവിടെ സെലക്ട് ചെയ്യുക. ദേ കിടക്കുന്നു, ഈ പിങ്കിനെ സെലക്ട് ചെയ്തു. ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആയിട്ടുള്ള ഈ പിങ്കിനെ സെലക്ട് ചെയ്തു. അതുകൊണ്ടാണ് ആ ഒരു ഇന്റർമീഡിയറ്റ് കറക്റ്റ് നടുക്കിലെ ക്യാരക്ടറിനെ അങ്ങോട്ട് സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഗ്രാഫ് നേരെ പോയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഏതാ? ഡിസ്ട്രക്റ്റീവ് സെലക്ഷൻ. ഈ ഗ്രാഫ് നോക്കിയാൽ അറിയാം. ഇത് നോക്ക്, ഇവിടെ ഒരു പീക്കും വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ രണ്ടാമത്തെ പീക്കും വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? അത് തന്നെയാണ് ഡിസ്ട്രക്റ്റീവ് സെലക്ഷൻ. സെലക്ഷൻ ഫോർ ദ എക്സ്ട്രീം ക്യാരക്ടർ. രണ്ടുപേരെ സെലക്ട് ചെയ്യും, രണ്ട് ക്യാരക്ടറിനെ സെലക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഈ റെഡിനെ സെലക്ട് ചെയ്തു, ഈ പിങ്കിനെ സെലക്ട് ചെയ്തു, റെഡിനെയും പിങ്കിനെയും സെലക്ട് ചെയ്തു, രണ്ടുപേരെ സെലക്ട് ചെയ്തു. അതാണ് ഡിസ്ട്രക്റ്റീവ് സെലക്ഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെലക്ഷൻ ഏതാ? നമ്മളിവിടെ പഠിച്ചത് ഡയറക്ഷണൽ സെലക്ഷൻ. വൺ ഓഫ് ദ എക്സ്ട്രീം ക്യാരക്ടർ. ഒരാളെ സെലക്ട് ചെയ്തു. അപ്പൊ ആ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ റെഡിനെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതിനെ സെലക്ട് ചെയ്യുക? വൈറ്റിനെ സെലക്ട് ചെയ്യുക. ഇനി രണ്ടാമത് നോക്കുമ്പോൾ സ്റ്റെബിലൈസിങ് സെലക്ഷൻ. സ്റ്റെബിലൈസിങ് സെലക്ഷനിൽ ആരെയാണ് സെലക്ട് ചെയ്യുക? ആരെയാണ് സെലക്ട് ചെയ്ത? ഇന്റർമീഡിയറ്റ് ക്യാരക്ടറിനെ സെലക്ട് ചെയ്തു. അപ്പൊ പിങ്കിനെ സെലക്ട് ചെയ്തു. അതാണ് ഗ്രാഫ് ഇങ്ങനെ പോയത്. ഇനി മൂന്നാമത്തത് ഡിസ്ട്രക്റ്റീവ് സെലക്ഷൻ. നാച്ചുറൽ ആരെ സെലക്ട് ചെയ്യും? രണ്ട് ക്യാരക്ടറിനെ സെലക്ട് ചെയ്തു. രണ്ട് ക്യാരക്ടറെ സെലക്ട് ചെയ്തു, റെഡിനെ സെലക്ട് ചെയ്തു, വൈറ്റിനെ സെലക്ട് ചെയ്തു. അതാണ് ഇവിടെ രണ്ട് പീക്ക് വന്നത്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മൈൻഡിൽ നിൽക്കും. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മൈൻഡിൽ ഉണ്ടാവും, പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഒന്ന് ഇന്റർമീഡിയറ്റ് ക്യാരക്ടറിനെ സെലക്ട് ചെയ്യണം, രണ്ടാമത്തത് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്നു, മൂന്നാമത്തത് രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നു. അത്രയും. ഓക്കെ, next question, what is Hardy-Weinberg principle for genetic equilibrium or genetic equilibrium? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, ജനറ്റിക് ഇക്വിലിബ്രിയം. എന്താണ്? നമ്മുടെ അല്ലീൽ ഫ്രീക്വൻസീസ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. അവരിൽ ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. എപ്പോ വരെ? എവല്യൂഷൻ നടക്കാത്ത സന്ദർഭം വരെ അല്ലീൽ ഫ്രീക്വൻസീസ് എല്ലാം, ഒരു സ്പീഷീസിലുള്ള അല്ലീൽ ഫ്രീക്വൻസീസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ല കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല, സ്റ്റേബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ജനറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ അതിനെ പറയുന്നത്. അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് കണ്ടീഷൻ ആണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്തിനു കാരണമാക്കും? എവല്യൂഷൻ നടക്കാനായിട്ട് കാരണമാക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ നോക്കാം. എന്താണ്? അല്ലീൽ ഫ്രീക്വൻസീസ് in a population are stable and constant from generation to generation. ആരിലാണ്? in sexually reproducing organisms. In sexually reproducing organisms. Okay, ഇതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് പഠിക്കാൻ. p² plus 2pq plus q² is equal to 1. ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് ഏതാണ് ഈ പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ. p² plus 2pq plus q² is equal to 1. ഓക്കെ, ഇതാണ് വാട്ട് ഈസ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ
എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇക്വേഷൻ തന്നിട്ടും ഏതാണ് പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കാറുണ്ട് എക്സാമിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? മെൻഷൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ്. ഇതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? മിസ് കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, ഇതിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയാൽ അത് എന്തിന് കാരണമാക്കും? എവല്യൂഷന് കാരണമാക്കും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് എന്തൊക്കെ കാരണങ്ങളാവാം? അതാണ് ഫാക്ടേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? ജീൻ മൈഗ്രേഷൻ, ഫസ്റ്റ് വൺ ഏതാ? ജീൻ മൈഗ്രേഷൻ. പിന്നെ ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, recombination, natural selection. ഇത്രയാണ് അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇത് നല്ലപോലെ പഠിച്ചു വെക്കണം കേട്ടോ. എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും നല്ലപോലെ പഠിച്ചു വെക്കണം. ഓക്കെ, ജീൻ മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുറച്ച് ഡയഗ്രാംസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഫെനോമിനൻ ഇൻ എവല്യൂഷൻ ഈസ് റെപ്രസെന്റഡ് ഇൻ ദിസ് പിക്ചർ. അപ്പൊ ദേ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് കുറച്ച് ഫിഞ്ചസ് ആണ്, കുരുവികളുടെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഏതൊരു തരം ഫെനോമിനയാണ് ഈ ഒരു എവല്യൂഷൻ, ഈ ഒരു ചിത്രത്തിൽ കാണുന്നതിന് ഏത് എവല്യൂഷൻ ആണ്? പറയാൻ പറ്റുമോ? ഏത് എവല്യൂഷൻ ആണ്? ദിസ് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അതാണ് എ ക്വസ്റ്റ്യൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് കേട്ടോ അത്. ഇനി എക്സ്പ്ലെയിൻ ദ ഫെനോമിനൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ അഡീഷണൽ എക്സാമ്പിൾ. ഒരു എക്സാമ്പിളും കൂടി എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഫെനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഡാർവിന്റെ പിഞ്ചസ് ആണ്. ഡാർവിൻ ഒരുപാട് കുരുവികളെ ഗാലപ്പഗോസ് ഐലൻഡിൽ കണ്ടെത്തി. അവരുടെ ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് സീഡ് ഈറ്റിംഗ് ക്യാരക്ടർ ആയിരുന്നു. അത് പിന്നെ ചേഞ്ച് ആയിട്ട് അവർ ഇൻസെക്ടിവോറസും വെജിറ്റേറിയൻ പിഞ്ചസും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവരുടെ ബീക്കിനും അതനുസരിച്ചിട്ട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ കണ്ടെത്തിയ കാര്യം. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് ആ ഒരു പ്രിൻസിപ്പിൾ എന്താന്ന് എഴുതാനാണ് കേട്ടോ. അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. അത് എന്താണെന്ന് നമുക്ക് എഴുതാം. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണ്? Evolution starting from a point and radiating to other geographical area or habitat. ഇതാണ് എന്ത്? അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇനി നമ്മളെ ക്വസ്റ്റ്യനില് ഇതിനെ അഡീഷണൽ ആയിട്ട് ഒരു എക്സാമ്പിളും കൂടി എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഡാർവിൻ ഫിഞ്ചസ് ഉണ്ട്. ഡാർവിൻ ഫിഞ്ചസ് ആണ് നമുക്കിപ്പോ എക്സാമ്പിൾ ആയിട്ട് ആ ചിത്രം കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാല് ഓസ്ട്രേലിയൻ പ്ലാസെന്റൽ മാമൽസ് എഴുതാം. പിന്നെ മാർസുപ്പിയൽസ് എഴുതാം കേട്ടോ. നെക്സ്റ്റ് എക്സാമ്പിൾ ആയിട്ട് മാർസുപ്പിയൽസും എഴുതാം. ഓക്കെ, ഇത്രയും എക്സാമ്പിൾസ് അഡാപ്റ്റീവ് റേഡിയേഷന്റെ അഡീഷണൽ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ എവല്യൂഷൻ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ മിസ് ഇവിടെ പറഞ്ഞു തന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എക്സാമിന് പോകുന്നതിനേക്കാളും മുൻപ് ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല പോലെ ഒന്ന് പഠിച്ചിട്ട് പോവാ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.